തിരിച്ചറിയുന്നത്. ശരസാറിന് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ഒരു മെയിൻ ആളാണ്, പിന്നെ പ്രൊഡക്ഷൻ പ്രോഗ്രാമാണ്. പക്ഷെ ഇതിന്റെ എല്ലാം അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അതിലുണ്ട്. നമ്മൾ ആകാശവാണി ശ്രോതാവ് കേൾക്കുന്ന സമയത്ത് ശശി കാപ്പാട്ട് എപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആരാണ് ശശി കാപ്പാട്ട് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണ് ആകാശവാണിയിലുള്ള പല നമ്മുടെ അവിടെയുള്ള സെറ്റ് ഇതാക്കാനും വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യരാണ് ഇദ്ദേഹം. അദ്ദേഹം ഇന്ന് റിട്ടയറിയാണ്. അപ്പം അണിയറയിൽ ആകാശവാണിയുടെ ശബ്ദങ്ങളുടെ ഒരു മായാജാലാന്നല്ല ഇവർ കാണിക്കുന്നത്. ആ ശബ്ദങ്ങൾ ഇയാളില്ലെങ്കിൽ ഇതൊന്നും മായാജാലം ഇവർക്ക് കാണിക്കാൻ കഴിയില്ല. സമകാലിക മലയാള റേഡിയോ നാടക രംഗത്ത് മഹാപ്രതിഭയായ KV ശരത്ചന്ദ്രൻ ആകാശവാണി 29 വിരമിച്ചു. ഈ വർഷത്തെ റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത കാണിക കടലിനെ കൺ തുറക്കാതെയാണ് ശരത്തിന്റെ ഏറ്റവും പുതിയ നാടകം. മഹാരഥന്മാരാൽ സമ്പന്നമായ കോഴിക്കോട് ആകാശവാണിയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് തിക്കോടിയെ കേന്ദ്രീകരിച്ച് എഴുതിയതാണ് ഈ നാടകം. കോഴിക്കോട് ആകാശവാണിയുടെയും ദൂരദർശന്റെയും അസിസ്റ്റന്റ് ഡയറക്ടറും പ്രോഗ്രാം മേധാവിയുമാണ് ശരത്. കേരളത്തിലെ ആദ്യം FM നിലയമായ കൊച്ചിയിൽ നിന്ന് 1992 ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി ശരത് ചന്ദ്രൻ ആകാശവാണി ജീവിതം തുടങ്ങുന്നത്. പിന്നീട് പ്രോഗ്രാം എക്സിക്യൂട്ടീവും അസിസ്റ്റന്റ് ഡയറക്ടറുമായി കണ്ണൂരിലും കോഴിക്കോടും പ്രവർത്തിച്ചു. പ്രക്ഷേപണത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശരത് ചന്ദ്രൻ കഥാകൃത്ത് കൂടിയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഉൾപ്പെടെയുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരു കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരത് റേഡിയോ നാടകത്തിൽ എത്തിയത് തികച്ചും യാദൃച്ഛികമാണ്. കൊച്ചിയിൽ നിന്നായിരുന്നു തുടക്കം. ഒരു സ്വയംവര കഥയിലെ പുഴ CS മുരളിബാബു എഴുതിയ നാടകം അത് സംവിധാനം ചെയ്ത് NK സെബാസ്റ്റ്യൻ അതിന്റെ സഹസംവിധായകനായി ഒരു കുടുംബത്തിന്റെ പേരിൽ അനൗൺസ് ചെയ്യപ്പെട്ടു. KV ശരത്ചന്ദ്രന്റെ സ്വകാര്യ ശേഖരത്തിലുള്ള പശ്ചാത്തല സംഗീത ശകലങ്ങൾ സംവിധായകൻ നൽകിയതിലുള്ള പ്രത്യുപകാരമായിരുന്നു അത്. പക്ഷെ ആദ്യ നാടകം തന്നെ വഴിത്തിരിവായി. ശബ്ദനാടക രംഗത്തേക്ക് അങ്ങനെ ഒരു യുവപ്രതിഭ കടന്നു വന്നു. ചെറുന്നിയൂർ ജയപ്രസാദ് എഴുതിയ പ്രൊഫഷണൽ നാടകമായ 10 ഡൗൺ എക്സ്പ്രസ് റേഡിയോയ്ക്ക് വേണ്ടി തിരുത്തി എഴുതിയും മറ്റു നാടകങ്ങളിൽ സംവിധാന സഹായിയായും KV ശരത്ചന്ദ്രൻ റേഡിയോ നാടക രംഗത്തെ പ്രതിഭാസമായി വളർന്നു. അപ്പോ ഈ ശരത്തിന്റെ ഈ ബഹുമുഖ പ്രതിഭ എന്ന് പറയുന്നത് ഞാനും ശരത് തമ്മിൽ വളരെ അടുത്ത പരിചയക്കാരാവുന്നത് അദ്ദേഹം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം ഒരു പരിപാടിയിൽ തന്നെ ഒരു 2 തവണ. ശരത്ത് നല്ല സംഘാടകനും സംസാരപ്രിയനും സുഹൃത്തും എല്ലാമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഓൾ ഇന്ത്യ റേഡിയോയുടെ കണ്ണൂർ ശാഖയിലെ എൻ്റെ ചില സുഹൃത്തുക്കൾ വഴിയാണ്. അതായത് ഞാൻ അദ്ദേഹത്തെ മുന്നിൽ വെച്ച് പ്രശംസിക്കുന്നില്ല. അതിന് വലിയ ബന്ധമുള്ള ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇവിടെയും എനിക്ക് വന്നിരിക്കാൻ പറ്റി എന്നുള്ളതിൽ വലിയൊരു സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ശശേഷന് ഈ ആകാശവാണിയെ ബന്ധപ്പെട്ടത് ശരത്ത് വഴിയാണ് ശശേഷനെ അറിയുന്നത്. വളരെ വളരെ എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. കേരള റേഡിയോ നാടകോത്സവത്തിൽ പോയ കാൺക കടലിനെ കൺതുറക്കാതെ ആ ഒരു നാടകം കേട്ടപ്പോഴാണ്. കാരണം അവിടെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു നാടകം ശരത് എഴുതാൻ അല്ലെ, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നാടകം നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണ്. അപ്പോ എന്താ പറയാ, ആശംസകൾ. എന്ത് നമ്മൾ പുറത്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും എപ്പോഴും നമുക്കുള്ള സാങ്കേതിക സഹായം ശശിയേട്ടനാണ്. അത്രയും താല്പര്യമാണ്. അപ്പോൾ ഈ സ്ട്രിക്ട്നെസ്സിന് പിന്നിലെല്ലാം തന്നെയും ഒരു കാരണം ഉണ്ടാവും. എപ്പോഴും പെട്ടെന്ന് ആദ്യം കൈപ്പറ്റിയ മതിക്കും എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നമുക്കൊരു എന്താന്ന് തോന്നിയാലും അതിന്റെ പിന്നിൽ എപ്പോഴും ഒരു ജെന്യൂൻ ആയിട്ട് ആകാശവാണിയോടും പ്രക്ഷേപണത്തിനോടും ഉള്ളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് നമ്മളെ തിരുത്തുന്നതിന് പിന്നിൽ. മനുഷ്യ സ്നേഹമാണ്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പിതാവിനെ പോലെ ഞാൻ എന്ന് സ്മരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് രാഘവൻ. ഞാൻ ആരും ഇതുവരെ പിണങ്ങേണ്ടി വരാത്തൊരു സൗഹൃദമാണ് എനിക്കും ശരത്തിൻ്റെത്. അത് വളരെ ചുരുക്കം പേരിൽ മാത്രമേ കാണാറുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഈ
സൗഹൃദത്തിന്റെ ഏറ്റവും അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ നിരുപാധിക ഉല്ലേഖം പറഞ്ഞതുപോലെ നിരുപാധിക സ്നേഹം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചരിത്രത്തോട് വലിയ കടപ്പാടുണ്ട്. കാരണം ഒന്ന് നമുക്ക് ഈ ലൈബ്രറി ഒന്ന് ലൈവാക്കണം, ഒന്ന് സജീവമാക്കി മാറ്റിയെടുക്കണം. നിങ്ങളൊന്ന് സഹകരിക്കും, ഞാൻ തീർച്ചയായും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സജീവമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കണ്ണീരും സ്വപ്നങ്ങളും എന്ന ഈ പരിപാടി, ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദി 1 വർഷം നിന്നിരുന്ന പരിപാടിക്ക് നമ്മൾ തുടർന്നു പോയി. ആദ്യം എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഇത് 12 മാസത്തെ പരിപാടി എങ്ങനെ നടത്താൻ പറ്റും? ശരത്തിന് എന്നെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ടാവും. കാരണം ഞാൻ ചെറിയൊരു ഈ കളിച്ചക്കാരാണ്, സാമ്പത്തിക മേഖലയിൽ ലൈബ്രറിയിലെ പൈസ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ലൈബ്രറി കുറെ മുന്നോട്ട് പോയത്. അപ്പൊ ഞാൻ പലപ്പോഴും ശരത്തെ തെറ്റാറുണ്ട്. കാരണം ഇങ്ങനെ ഇങ്ങനെ പൈസ പിടിച്ചു വെക്കുന്നത്. പക്ഷെ എനിക്ക് ഗവേണിംഗ് ബോഡിയുടെ അപ്രൂവൽ ഇല്ലാതെ കാശൊന്നും അങ്ങനെ പിന്നിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ശരത്തിനെ വളരെ സഹായിച്ചിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്നത്. കാരണം ജയന്തനെ പോലത്തെ ഒരാളെ കൊണ്ടുവന്നു. അതിന് വീട്ടിൽ വലിയ പങ്കുണ്ട്. അതായത് സാധാരണ ജയന്തൻ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ചാർജ്, താമസ സൗകര്യം, ഒരു കാശും നമുക്ക് ചെലവേണ്ടി വന്നിട്ടില്ല. വലിയൊരു പ്രോഗ്രാം, ഹാളുകൾ നിറഞ്ഞ് കവിഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പരിചയപ്പെടാനോ അല്ലെങ്കിൽ കാണാനോ കഴിയാതെ എത്രയോ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഈ 12 വർഷം. അപ്പം ആ എളിമയാണത്. അപ്പൊ നമ്മള് സ്റ്റേജിലല്ലായിരിക്കും, സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി, നമ്മുടെ മനസ്സിലുള്ള ഇത് എല്ലാവരുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് പോവാന്നുള്ളത് എല്ലാവരും കിട്ടുന്ന ഒരു കഴിവല്ല. അത് ശരത്ത് തന്നെ വിളിക്കട്ടെ, ശരത്തിന് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല സാംസ്കാരിക മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു ചെറിയ ഒരു ഔദ്യോഗിക ചടങ്ങല്ല, ഒരു വീട്ടിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഒരു കുടുംബ ചടങ്ങ് എന്ന നിലയിലാണ് നമ്മൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സരസ വന്നപ്പോഴാണ് എൻ്റെ ഒരു കഥ വായിച്ചിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ഗംഭീര കഥയാണ് കേട്ടോ. ഇത്രയും കഥ ഞാനൊരു 10, 30, 40 കഥ ആകാശവാണിയിൽ വായിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒരാൾ ഇതുവരെ എന്നോടൊരു നല്ല കഥയാണെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞ ഒരു സ്റ്റേഷന്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥൻ സരസാണ്. എൻ്റെ മനസ്സിലത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു മധുരമുള്ള ഓർമ്മകളാണ് സരസാറിനെ പറ്റി എനിക്കുള്ളത്. പിന്നെ പറഞ്ഞ പോലെ കണ്ണീർ സ്വപ്നങ്ങളും പരിപാടി നടക്കുന്നത് അത് മുഖപരിചയമാണ്. എന്നാൽ 1982, 83 കാലഘട്ടത്തിൽ എൻ്റെ മാനത്തമ്മിളി എന്ന 1 മണിക്കൂർ നാടകത്തിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്തത് ശരത്തും ഞാൻ ആദ്യം ശരത്തിനെ കാണുന്നത് എസോളയിലാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു ശരത്ത്. പുള്ളി അന്ന് ആസ്ട്രോക്കിൻ്റെ സെക്രട്ടറിയായിട്ട് മത്സരിച്ചു. അപ്പോൾ പുള്ളിയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചു. കാരണം നമ്മുടെ എതിർ കക്ഷികളായിരുന്നു. പക്ഷെ ശരത്ത് മാത്രം ആ പാനലിൽ നിന്ന് ജയിച്ചു. രമേശനുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ഇയാളെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കാണുന്നത് നമ്മൾ ആകാശവാണിയിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സൗഹൃദത്തിനെ ഇത്രയും വിലമതിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. നമ്മളെ എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ശശി. ശശിനെ പറ്റി 2 വാക്ക് പറയാം. ഇവര് രണ്ടാളെയും തട്ടകം നമ്മൾ കഴിക്കും ശശി ടെക്നീഷ്യനാണ്. പക്ഷെ നാടകത്തിന്റെ നല്ല ഏത് പ്രോഗ്രാമിന്റെ ഏറ്റവും നല്ലൊരു ആസ്വാദകനാണ് നമ്മൾ ശശി. ശശിനെ പേടിയാണ്. കാരണം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശശിന്റെ ഭാഗത്ത് പോകില്ല. കാരണം ചീത്ത പറയും. എന്തെങ്കിലും ഒരു പരാതി പുള്ളി മുഖത്ത് നോക്കിയത് പറഞ്ഞു. അപ്പൊ ഒളിച്ചു പോയാൽ പുള്ളി ഫോണിൽ വിളിക്കും, എന്ത് പരിപാടിയാണോ നീ ചെയ്തത്. അപ്പൊ അത്രയും ആസ്വദിച്ച് ഏത് പ്രൊഫഷണൽ നാടകത്തിനെ പറ്റി കേരളത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 30 കൊല്ലത്തിനിടയിൽ ഏത് നാടകത്തിനെ പറ്റി ചോദിച്ചാലും ശശിയിൽ ഉത്തരം പറഞ്ഞു. നമുക്കത് സംവിധായകൻ ആരാണ്, അതിൽ പങ്കെടുത്തവരാരാണ്, നാടകത്തിന് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഒരു സാങ്കേതിക പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല. ഇവർ 2 പേരും പേര് ഞാൻ എന്താ പറയുന്നത്, നമ്മൾ 2 ചങ്കരതാണ്. 2 പേരും സീനിയേഴ്സ്, 2 പേരും ഏട്ടന്മാരാണ്. പക്ഷെ 2 പേരും ഇന്നുവരെ എൻ്റെ സാറാണ് ഓഫീസിൽ ADP ആണ്. പക്ഷെ ഇതുവരെ പേര് സാറൊന്നും കേട്ടാന്ന് വിളിച്ചിട്ടില്ല, ചരിത്രം തന്നെ വിളിക്കാം. കാരണം ആ സൗഹൃദത്തിന്റെ ഡെപ്ത് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ നമ്മൾ ഭയങ്കര ഡീപ്പായ ശരിക്കും കോവിഡുകാരല്ല. കോവിഡ് ഫ്രണ്ട്ഷിപ്പിന് ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. അടിപൊളി. പക്ഷെ അത് പറയാം
ഞാൻ നേരത്തെ പറയാൻ വന്നാൽ ഈ മനുഷ്യനെ പറ്റി, ശശിനെ പറ്റില്ല. എല്ലാവരും പറയുന്ന ടെക്നീഷ്യൻ, എല്ലാവരും പറയുന്ന ടെക്നീഷ്യൻ ശശി. അപ്പൊ ഉണ്ണിയേട്ടൻ അത് അടിച്ചോട്ടെ. ശശി അതല്ല സത്യ, ശശിയുടെ നാടകത്തിലുള്ള ഇതില്ലേ ഡെപ്ത്. ഇനി കേരളത്തിൽ എവിടെ നാടകം ഉണ്ടെങ്കിലും അതൊരു നല്ല ട്രൂപ്പിന് നാടകമാണ്. പ്രത്യേകിച്ച് എന്ത് വില കൊടുത്തു, ഏത് നഷ്ടം സഹിച്ചും ശശി ആ നാടകം കണ്ടിരിക്കും. പിന്നെ ആകാശവാണിയിൽ എന്തായാലും പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട്. രണ്ടുപേരും നേരത്തെ വിഷ് ചെയ്തതാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്? ആരൊക്കെ എന്തൊക്കെ എനിക്ക് ചുട്ട മറുപടി കൊടുക്കണം എന്നുള്ള കുറെ കാര്യം പോയിന്റ്സ് ആരൊക്കെ പറഞ്ഞു. ആരോപണം പ്രവീണാണ് എനിക്ക് അവിടെ ഒരു ആശാവഹമായ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നത് പ്രവീണായിരുന്നു. എനിക്കറിയാം രത്നാട്ടിന് കുറെ ഒരു ഭാരവാഹിത്വത്തിന്റെ ഒരു വലിയ ഒരു നൂലാമാലകളിലാണ് അദ്ദേഹം ഉള്ളത്. പുള്ളി പിന്നെ വളരെ ആരെയും പറക്കാതെ അങ്ങനെ പോവുക എന്നുള്ള ഒരു നിലപാടുകാരനായിരുന്നു. പക്ഷെ ഞാൻ പ്രവീണിനാണ് പല കാര്യങ്ങളും ഇളക്കി വിടാതെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം. ആകാശവാണി പോലെ ഉടച്ചു വാർക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ജവഹർ ലൈബ്രറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? ഇത്രയധികം സാധ്യതകളുള്ള ഒരു രണ്ട് സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങളുമാണത്. എന്നിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ? വേണ്ട വിധത്തിൽ സ്വന്തമായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ചില പരിപാടികളിലൂടെ ജനപ്രീതിയുണ്ട്. പിന്നെ എന്താണ് നിങ്ങളെ തടസ്സപ്പെടുന്നത്? പിന്നെ ഇന്നൊരു കാര്യം നടന്നു. ഇന്ന് ഞാൻ നേരത്തെ ആകാശവാണിയിലെത്തി. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ വിനോദ് ബാബുവിനോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇത്തരം പരിപാടികൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു വിനോദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടാവും, എനിക്ക് മറ്റ് നിർദ്ദേശങ്ങളൊന്നുമില്ല. നമ്മൾ പക്ഷെ ഇത് ചെയ്യണം. ആകാശവാണി ചെയ്യേണ്ട ഒരു ചരിത്ര ദൗത്യമാണ് ഇതുപോലുള്ള ആൾക്കാരുടെ ഓർമ്മകൾ പുതുക്കുക എന്നുള്ളത്. ഈ ഓലച്ചൂട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓലച്ചൂട്ട് ഇതേപോലെ വളരെ ഇത് നടക്കുമോ എന്ന് ആശങ്കപ്പെട്ട് തുടങ്ങിയൊരു സാധനമാണ്. 3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായി. ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിർത്തിയില്ല. അതെന്തായാലും ജനങ്ങൾ പ്രധാനപ്പെട്ട സംഭവമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ജവഹർ ലൈബ്രറിയുടെ ഐശ്വര്യ ദേവതയാണ്. അല്ല, ഈ ഭവനത്തിന്റെ ഐശ്വര്യം എന്ന് പറയാവുന്ന വിധത്തിൽ വലിയ ടീച്ചർ ഈ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഏത് സ്മോള്? സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ ആരാണത് പറഞ്ഞത്? ആരാണ്? ഷോപ്പനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹൃദ്യമായി, വളരെ ചെറിയ ചടങ്ങി. പക്ഷേ അതിൻ്റെ ഒരു ഹൃദ്യതയുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് പ്രിയപ്പെട്ട കുറെ മുഖങ്ങൾ, കുറെ വ്യക്തികളൊക്കെ ചുറ്റും. പിന്നെ അതിന് പുറമെ അതിൻ്റെ ഒരു അനൗപചാരികമാവുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. വെറുതെ നമ്മളിങ്ങനെ ഔപചാരികം ആയിട്ട്. അപ്പൊ ഇത്തരം ഈ ചില വാർത്ത മാതൃകകളൊക്കെ നമ്മൾ തകർക്കണം. പ്രസംഗം എന്ന് പറയുക, സ്വാഗതം പറയുക. അപ്പൊ ഞാൻ നമ്മുടെ മുഖ്യ ശത്രുവായ രത്നകുമാർ ചേട്ടന്, അതായത് ഞാനും ഇദ്ദേഹമായിട്ട് ഈ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമല്ല, കഴിയുന്നതിന് മുമ്പേ നമ്മള് ചില ഫോൺ സംഭാഷണങ്ങളുണ്ട്. അപ്പൊ ഞാൻ വളരെ അധികം ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുക. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു പ്രകൃതി പറയും, ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ അത് കൃത്യമായി നടക്കണം. അതിനൊരു ചലനാത്മകത ഉണ്ടാവണം. ഏകദേശം ആകാശവാണിയിൽ എന്നെ രോഷാകുലാക്കുന്ന ഒരു കാര്യം അതാണ്. അതിന് കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് അതിനൊരു കാലതാമസം വരിക, അല്ലെങ്കിൽ ഒരു അമാന്തം വരിക, ഇതെനിക്ക് സഹിക്കില്ല. അപ്പൊ ഈ അസഹ്യമായിട്ടുള്ള ഈ അവസ്ഥ മൊത്തം ഞാൻ ചാട്ടിനോട് ഷൗട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഭാര്യ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, ഇത് ആരോടാണ് ഇങ്ങനെ സംസാരിക്കുക? അതൊക്കെ ഉണ്ട്. പിന്നെ അത് ജവഹർ ലൈബ്രറിയിലെ നമ്മുടെ ആദ്യമൊന്നും അറിയില്ല, പിന്നീടാണ് പരിചയപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം കേൾക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ വിളിക്കും എന്നെ. നമ്മള് ഇന്നലെ പറഞ്ഞ കാര്യം അപ്പോഴേക്ക് എന്റെ ക്ഷോഭമൊക്കെ തണുത്തുണ്ടാവും. പിന്നെ നമ്മളൊരു അരമണിക്കൂർ ഇത് പറഞ്ഞു. അപ്പം ആരും ചോദിക്കും ആരാണ് സംസാരിച്ചത്? ഞാൻ രത്നാട്ടനോടാണ് സംസാരിച്ചത്.
നിങ്ങളെ ഇന്നലത്തെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങള് എന്നേക്കും തെറ്റിയെന്ന്. ഞാൻ അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ആ രീതിയിൽ ഒരു വളരെ നമുക്ക് എന്ത് വയസ്സുകൊണ്ട് എന്നൊക്കെ മൂത്ത ഒരാളാണ്, ജ്യേഷ്ഠ സഹോദരന്റെ തുല്യനാണ്. പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം തരുന്നു. ഒരിക്കലും ഇങ്ങോട്ട് കയറില്ല കേട്ടോ. ഇങ്ങോട്ട് കയർത്താലും നമ്മൾ പറയാനുള്ളത് അങ്ങോട്ട് പറയും, പക്ഷെ അതെല്ലാം കേൾക്കും. അതൊരു വലിയൊരു ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് അതിന്റെ. അതുപോലെ മുരളിച്ചേട്ടനാണ് ഈ ഗാനലോക എഴുതിയ ഇതേപോലെ ഫോൺ സംഭാഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഇങ്ങനെ